എൻ്റെ പേര് ജെസ്സി ജെയിംസ്. ഞാൻ കാഞ്ഞൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂണിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മോൾക്ക് 10 വയസ്സുള്ളപ്പോൾ ഫിറ്റ്സ് വന്നു. ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ EGയിൽ വേരിയേഷൻ കണ്ടു. അപ്പോൾ ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഓരോ 6 മാസം കഴിഞ്ഞ് പിന്നെ EG എടുക്കാൻ പറഞ്ഞു. വീണ്ടും EG എടുത്തപ്പോഴും റിപ്പോർട്ട് പഴയ പോലെ തന്നെയായിരുന്നു. ഓരോ 6 മാസത്തിലും ഞങ്ങൾ EG എടുത്തുകൊണ്ടിരുന്നു. റിപ്പോർട്ടെല്ലാം പഴയ പോലെ തന്നെ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻ നിർത്തരുത്, നിർത്തിയാൽ ഫിറ്റ്സ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2019 ഉടമ്പടി എടുത്തു. പിന്നെയുള്ള ടെസ്റ്റിൽ ഞാൻ കാശുരൂപം മോളുടെ കയ്യിൽ കൊടുത്ത് ടെസ്റ്റ് നടത്തിയപ്പോൾ കാശുരൂപം കയ്യിൽ കൊടുത്തിരുന്നു. ഞാൻ പുറമേ ഇരുന്ന് മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, EGയുടെ റിസൾട്ട് നോർമലാക്കി തരണേന്ന്. അതുപോലെ തന്നെ പിന്നെ റിപ്പോർട്ട് വന്നപ്പോൾ EG നോർമലായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഓരോ വർഷത്തിൽ EG എടുത്താൽ മതിയെന്ന്. അങ്ങനെ EG പിന്നെയുള്ള എല്ലാ EGകളും നോർമലായിരുന്നു. 2013 മോൾക്ക് ഫിറ്റ്സ് ആദ്യമായി വന്നത് 10 വയസ്സുള്ളപ്പോൾ. അതുവരെ ആവാതിരുന്ന EGയാണ് 2019 ഉടമ്പടി എടുത്തതിന് ശേഷം നോർമലായി മാറിയത്. പിന്നെയുള്ള ഓരോ EGയും നോർമലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് മെഡിസിൻ നിർത്തി തരണം, എൻ്റെ മോളുടെ EG ഫിറ്റ്സ് പൂർണ്ണമായി സുഖപ്പെടുത്തി മോളുടെ മെഡിസിൻ നിർത്തി തരണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ 2021 ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 4 ജപമാല റാലിയിൽ 4 വർഷം ഞാനും മോളും ഈ നിയോഗം വെച്ച് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 2024 ഈ മാസം ആദ്യം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ടെസ്റ്റ് നടത്താൻ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് മുമ്പേ അമ്മ ഡോക്ടർ റൂമിലുണ്ടായിരിക്കണം. ഈ ടെസ്റ്റ് കഴിയുമ്പോൾ ഡോക്ടർ മോളുടെ മെഡിസിൻ നിർത്തി തരണം. അതുപോലെ തന്നെ സംഭവിച്ചു. അതുവരെ ഡോക്ടർ മെഡിസിൻ നിർത്തണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് EG എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് മെഡിസിൻ നിർത്താം. അങ്ങനെ ഡോസ് കുറച്ച് 1 മാസം കൊണ്ട് മോളുടെ മെഡിസിൻ പൂർണ്ണമായി നിർത്തി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അത് ഈ ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി വലുതും ചെറുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ വേറെയും ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയണു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഓർഫനേജുകളിൽ ഭക്ഷണത്തിന് പൈസ കൊടുക്കും. പിന്നെ ബുദ്ധിമുട്ടുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള കാരുണ്യപ്രവൃത്തികളാണ് ചെയ്യണത്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന പത്രം പള്ളികളിലും അങ്ങനെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ പ്രാർത്ഥനാ ജീവിതം നയിച്ചു പോകുന്നു ഉടമ്പടി ജീവിതത്തിൽ തന്നെ. പ്രഭാഷകൻ്റെ പുസ്തകം 38:9. മകന് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ജെസ്സി ജെയിംസ് എന്ന ഈ സഹോദരി മകളുടെ രോഗാവസ്ഥയിൽ 2019 അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഏറെ ക്ലേശകരമായ ഒരു രോഗം അമ്മ മാതാവ് വേഗത്തിൽ സൗഖ്യപ്പെടുത്തി നൽകിക്കൊണ്ട് കുടുംബത്തെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2013 മുതൽ ഈ കുടുംബം വലിയ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു. മകൾക്ക് വരുന്ന ഫിക്സ്, അതിൻ്റെ വലിയ ദോഷങ്ങളും പ്രയാസങ്ങളും മകൾ വളർന്നു വരുന്നതനുസരിച്ച്